അതെ, ഈ ചടങ്ങിന്റെ രീതികൾ എങ്ങനെയൊക്കെയാന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാ. അല്ല, ഈ പൂമാല പരസ്പരം കഴുത്തിൽ അണിയുന്നുണ്ടാ? എടാ കമല, എടാ ഇതൊരു ചെറിയ കല്യാണം പോലെ എന്നാടാ. ചില സമയത്ത് സ്റ്റാർട്ടും വിടൂല. വടാ കയറി വടാ. കുട്ടികൾ നല്ല ഉത്സാഹത്തിലാ നടക്കുന്നല്ല. അവർക്കറിയാമോ എന്തോ. പപ്പിമോളെ, സത്യ വായോ. സത്യാമ്മ വിളിക്കുന്നു, വാ പപ്പി. ഇതെന്താ വണ്ടി അവിടെ വെച്ചത്? അകത്തേക്ക് കയറ്റി വെക്കായിരുന്നില്ലേ? ഇത് എന്റെ ചില ബുദ്ധിപരമായ നീക്കമാണ്. ഈ വീട്ടിലെ ഓരോ പരിപാടി എന്ന് പറഞ്ഞാൽ നിനക്കറിയാലോ. ഇത് ഏത് രീതി കലാശിക്കുമെന്ന് ഇവിടെ ഉള്ളവർക്ക് പോലും അറിയില്ല. ഇവിടെ ജോലി എടുക്കാനായി വരുന്നവർക്കും അറിയില്ല. എങ്ങനെ തിരിച്ചു പോകുന്നു യാതൊരു ഐഡിയ ഇല്ലാതെയാണ് കുട്ടി ഞാൻ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അല്ല, അപ്പൊ തിരിച്ചു പോകുന്നില്ലേ? ദൈവം അനുവദിക്കുമെങ്കിൽ പോവും. വണ്ടി CC എടുത്തതാ. അടവ് ഇനിയും തീർന്നിട്ടില്ല, അതാ മാറ്റി വെച്ചത്. ഇവിടത്തെ കാരണവർക്ക് അലുമിനേഷ്യ അല്ലേ? അൽമനേഷ്യ അല്ല, നാഗാലാൻഡ്. എന്റെ ഗുരു അൽമേഷ്യ. എന്ത് പണ്ടാരമാണെങ്കിലും ശരി, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ തീർന്നില്ലേ? അതാണ് വണ്ടി മാറ്റി വെച്ചത്. പിന്നെ ഇന്ന് നീ എന്നോട് കട്ടയ്ക്ക് നിന്നോളണം. ഇന്ന് എനിക്ക് എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ട്. ആര് ഭർത്താവായിട്ട് അഭിനയിച്ചാലും ശരി, ആര് ഭാര്യയായിട്ട് അഭിനയിച്ചാലും ശരി, എനിക്കിന്ന് പണിയെടുത്ത് കാശ് കിട്ടിയിരിക്കണം. അക്കാര്യത്തിൽ ഗുരു ടെൻഷൻ എടുക്കണ്ട. ഇന്നെന്തായാലും ഫോട്ടോ എടുത്ത് ഉറപ്പായി നടക്കും. അതെന്താ നിനക്ക് അത്രയ്ക്ക് ഉറപ്പ്? അന്ന് ഫോട്ടോ എടുപ്പ് കുളവാക്കിയ അമ്മാവനെ ഇവിടെ എങ്ങും കാണാനില്ല. അന്ന് അയാൾ കാരണമാണല്ലോ എല്ലാം കുളമായത്. ഗുരു, എന്നാ വലുതുകാലം വെച്ചങ്ങ് കയറിയാലോ? ഞാനേ അല്പം മുമ്പ് പറഞ്ഞത് ഇങ്ങ് എടുത്തു. ഇന്നും പാടുപെടും. ഇവരെ കല്യാണം കഴിഞ്ഞ മാലയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ, ഒരു കുഴപ്പമുണ്ടാവില്ലേ? ഒന്നും ഉണ്ടാവില്ലല്ലോ പിള്ളച്ചേട്ടാ? ദൈവത്തിനറിയാം കമല. നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങ് വാ. ഇപ്പൊ വന്നേ ഉള്ളോ? വന്നങ്ങ് നിന്നതേ ഉള്ളൂ. എന്നാ പിന്നെ ക്യാമറ ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോ, എപ്പോ വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. അല്ല, നിങ്ങളിങ്ങനെ വന്ന കാലത്ത് തന്നെ നിന്നാലെങ്ങനെ? അകത്തേക്ക് ചെല്ല്, അവിടെ രാഘവൻ സാർ ഉണ്ടാവും. എന്നിട്ട് ജോലി ആരംഭിച്ചോ. പോണോ? പിന്നെ പോവാതെ ഞാൻ ഒന്ന് മുള്ളിച്ചു വരാം, പിന്നീട് സമയം കിട്ടിയില്ലെങ്കിൽ. അല്ലേ? അയ്യോ, ഈ ബാഗൊന്ന് പിടിച്ചേ, ഞാനൊന്നും മുള്ളിട്ട് അല്ല, അതെ, മാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഏട്ടത്തെയും ആശാനും ഈ മാല പരസ്പരം അണിയിക്കണം എന്നൊക്കെയല്ലേ രാഘവൻ സാർ പറഞ്ഞിരിക്കുന്നേ? അല്ല, ഇത് വല്ല നടക്കുവോ? നടന്നില്ലെങ്കിൽ രാഘവൻ സാറ് ഇറങ്ങി നടക്കും ഈ വീടിന്റെ പുറത്തേക്ക്. അത് തീരുമാനിച്ച് ഉറപ്പിച്ച ആളിരിക്കുന്നേ. പിന്നെ സാറ് ക്ഷണിച്ചവരാരും വരില്ല എന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂ. കാരണം സാറിന്റെ അസുഖം എല്ലാവർക്കും അറിയാം. അതൊക്കെ പിന്നെ മാല മേടിക്കാൻ പറഞ്ഞു, മേടിച്ചു. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഈ കാര്യത്തെ ആശാന ഏടത്തേമ ഇടപെട്ട് കളിക്കാൻ വന്നാ ഞാനിതേ പറയത്തുള്ളൂ. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? രാഘവൻ സാറിന്റെ രോഗാവസ്ഥ ഇവിടെ കൂടുന്ന എല്ലാവർക്കും അറിയാം. എല്ലാരും കൂടി അറിഞ്ഞുകൊണ്ട് രാഘവൻ സാറിന്റെ മുമ്പിൽ ഒരു നാടകം കളിക്കുന്നു. അതോടുകൂടി രാഘവൻ സാറിന്റെ അസുഖത്തിന് കുറവ് വരുമെങ്കിൽ വരട്ടുന്നേ. ഈ വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിയായിരുന്നതിൽ കുഴപ്പമില്ലായിരുന്നേ. ഇതിപ്പോ സ്പെഷ്യൽ കല്യാണം പോലെ ഈ താലികെട്ട് എന്നൊക്കെ പറയുമ്പോ, അല്ല ഏട്ടത്തമ്മയ്ക്ക് ഉൾക്കൊള്ളാനാവോ? അല്ല ശിവനാശൻ ഉൾക്കൊള്ളാനാവോ? ഇതിപ്പോ നിന്റെ അഭിപ്രായത്തിൽ എങ്ങനെ ഇതൊന്ന് അവസാനിപ്പിക്കുക? ഞാൻ ഓടും. ദേ ഓട്ടോ പോലെ എടുക്കാൻ നിൽക്കില്ല, ഞാൻ ഓടും. നിങ്ങൾ എത്തിയോ?
എടോ പറഞ്ഞ മാലോനെ കിട്ടിയ പിള്ളേ ഉവ്വ്, ഡാ ആ എന്നാ കയറി വാ കാണട്ടെ. അല്ല ഇവന്മാരിത് എവിടെ പോയി? ഡാ കമല ആ ഇങ്ങോട്ടോടാ. അവിടെ സംസാരിക്കാന്നോ? ആ ദാ വരുന്നത്. വിളിച്ചോ. എന്താവോ എന്തോ. ചുമ്മാ നിൽക്കുവാ. ആരാക്കോട്ടെ? ആ കൊള്ളാം കൊള്ളാം, കാശ്മീരി റോസ തന്നെ. ആ. എടാ കമല, ആ തന്ത്രി കണ്ടില്ലേ? അല്ല തന്ത്രിക്ക് ഒരു കൊച്ചിന്റെ പേരിടൽ നടക്കുന്നുണ്ടേ. കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചോ, കൃത്യസമയത്ത് എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ ചടങ്ങിന്റെ രീതികൾ എങ്ങനെയൊക്കെയാന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാ. അല്ല ഈ പൂമാല പരസ്പരം കഴുത്തിൽ അണിയുന്നുണ്ടാ? എടാ കമല, എടാ ഇതൊരു ചെറിയ കല്യാണം പോലെ എന്നാടാ. താലി കെട്ട് ഉൾപ്പെടെയാ. താലി കെട്ടാ? ആ പണ്ടേ വിഷ്ണു ശാലിനി വിവാഹം ചെയ്തപ്പോ ഉണ്ടായ അപാകതകൾ പരിഹരിക്കാനാ ഈ രണ്ടാം കല്യാണം നടത്തുന്നേ. ഇത് കൃത്യമായിട്ട് നടന്നാലേ അവരുടെ ജീവിതത്തില് കലഹങ്ങളും വഴക്കുകളും ഉണ്ടാവാതിരിക്കും. ആ മിക്കവാറും ഇവിടെ ഒരു യുദ്ധം നടക്കും. എന്തോട് സ്വകാര്യം പറയുന്നേ? അല്ല ഈ കാശ്മീരി ഫ്ലവറേ അതായിട്ടത് പറയായിരുന്നു. ആ ഇയാൾ എന്തോട് ഇത് കൈ തൂക്കി പിടിച്ചോണ്ട് നിൽക്കുന്നേ? അങ്ങോട്ടാണ് വെക്കടോ. ആ ചുമ്മാ തൂക്കി പിടിച്ചോണ്ട് നിൽക്കുവാ. ആ അത് മറിച്ചിട്ട് നേരെ എടുത്ത് നോക്കടോ. തന്ത്രി എത്തിയിട്ടുണ്ട്. കുഴപ്പമാവോ? കുഴപ്പമായല്ലോ. ആ വാ വാ വാ. ഞാൻ വൈകിയില്ലല്ലോ. ഹേയ് ഇല്ല, ഒട്ടും വൈകില്ല. 11:30 മുഹൂർത്തേ. ഓ ആ ആ എടാ കമല, തിരുമണിക്ക് വേണ്ട സഹായങ്ങളെ ചെയ്തു കൊടുത്തിട്ടേ നീ കൂടുതലേ കാണണം. ആ എന്നാ തിരുമണി അതോട്ടേ ഇല്ലേ? ആഹാ, എല്ലാം ഒരുക്കി കഴിഞ്ഞല്ലോ. അല്ലടാ കമല, ഈ ഫോട്ടോഗ്രാഫർമാർ എന്ത് ചെയ്യേ? പറഞ്ഞ സമയത്തും വരത്തില്ല. അല്ല അവര് ഈ ബാഗിന്റെ തന്നിട്ടേ സാറേ ഞങ്ങളിവിടെ തന്നെ ഉണ്ട്. ഒന്ന് മുള്ളാൻ പോയതാ. അല്ലേലും ഗുരുവിന് എപ്പോഴും ഒരു മുള്ളലുണ്ട്. എനിക്കും ഉണ്ട്. ഇങ്ങോട്ടോ. ഓ ആ, ദേ വരുന്നു.